നമസ്കാരം. ഇപ്രാവശ്യത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു പ്രഖ്യാപനം ക്രിസ്ത്യൻ സന്യാസിനിമാർക്ക് ഒരു പെൻഷൻ കൊടുക്കുന്നതാണ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മറ്റു മതങ്ങളിൽ ഉള്ള സന്യാസിനിമാരെ പോലെ തന്നെയല്ല ഇവരും. ഇവർക്ക് അങ്ങനെ എന്ത് പ്രത്യേകതയാണുള്ളത്? ഒന്ന്. രണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിന്റെ വിശ്വാസം അനുസരിച്ച് സന്യാസിനിമാരുടെ വരുമാനം സഭയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ഇവർക്ക് ഇങ്ങനെ ഒരു ഫണ്ട് കൊടുത്താൽ പോലും ഈ പണം അവർ സഭയ്ക്ക് കൊടുക്കേണ്ടി വരും. കൊടുത്തില്ലെങ്കിൽ അവർ സഭയുടെ നിയമം ലംഘിച്ചതിന് പുറത്താക്കും. ലൂസി കളപ്പുരയ്ക്കൽ സ്വന്തമായ ഒരു വണ്ടി വാങ്ങിയതിന് സഭ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. അത്തരം ഒരു രീതിയാണ് ആ സഭയിലുള്ളത്. അപ്പോൾ ഈ പെൻഷൻ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് സർക്കാർ വ്യക്തമാക്കിയാൽ നല്ലതാവും. എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ സഭയിലുള്ളവർ വ്യക്തമാക്കിയാലും മതി. ഏതായാലും എന്നെ സംബന്ധിച്ച് ഇതിനെ ഒരു മതപ്രകടനം മാത്രമായി ഞാൻ കാണുന്നുള്ളൂ. ഇല്ലെങ്കിൽ മറ്റ് മതങ്ങളിലെ സന്യാസിനിമാർക്കും ഇതുപോലെ ഒരു പെൻഷൻ സർക്കാർ കൊടുക്കണമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അടിയിൽ കുറിക്കൂ. നന്ദി, നമസ്കാരം.